കസ്റ്റമൈസ്ഡ് കേക്കിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ ആർക്കും നോർമൽ കേക്കൊന്നും വേണ്ട. എത്ര ഇല്ലാത്തവരായിക്കോട്ടെ ഉള്ളവരായിക്കോട്ടെ അവർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് കേക്കൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ബേബി ഗേൾ ഡോൾ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. 3 kg ആണ് ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. താഴെ ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്തു. അതുപോലെ മുകളിൽ 6 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എൻ്റെ മോസ്റ്റ് സെല്ലിങ് ഫ്ലേവർ ആയിട്ടുള്ള ചോക്ലേറ്റ് ചഫിൾ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും ചെയ്തിട്ടുള്ളത്. ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് കേക്ക് സ്റ്റാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫോണ്ടന്റിൽ നെയിം എഴുതിയിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സൈഡിലായിട്ടും ഇതുപോലത്തെ ഫോക്സ് ബോളുകളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ നമുക്ക് പിക്ചർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു ഭാഗ്യമാണ് കേട്ടോ എൻ്റെ ഈ കേക്ക് എന്ന് പറയുന്നത്. ഈ കേക്ക് ചെയ്യാൻ ബേസിക്കായിട്ട് എനിക്കൊരു ഐഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നമുക്ക് ഒരു ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ തമ്പുരാൻ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഈ ഒരു കേക്ക് മേക്കിങ്ങിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എത്ര ചെറുതായാലും വലുതായാലും ഒക്കെ നമ്മളതായിട്ടുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് നമുക്ക് ചിലവിന് നമ്മുടെ ഭർത്താക്കന്മാരെ തരാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. എന്നാൽ നമുക്കൊരു സപ്പോർട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിന് തിരിച്ചു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും എല്ലാ ആണുങ്ങളുടെ ബാക്കിലും ഒരു പെണ്ണുണ്ടാവും അവരുടെ സക്സസിൻ്റെ പിന്നിൽ. അതുപോലെ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കേട്ടോ. എൻ്റെ സക്സസിൻ്റെ പിന്നിൽ എന്നും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അത് എനിക്ക് എവിടെയും എപ്പോഴും പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കേക്ക് മേക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എങ്കിൽ ഡെലിവറി ആയാലും നമ്മൾ പർച്ചേസിന് പോകുമ്പോഴായാലും എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഒത്തിരി വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഡോള് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെഗ് പെട്ടെന്ന് വിട്ടു പോകുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചാടിയത്. പിന്നെ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ലെഗ് മാത്രം പ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിൽ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഡോളിനെയും കൂടി അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണ്ടന്റിലാണ് നമ്മൾ ഈ ഒരു ഡോള് ചെയ്തെടുത്തിട്ടുള്ളത്. ഡോൾ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ റെഡി ആവുമെന്നുള്ളത്. എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മോളുടെ ഡ്രസ്സ് ഈ ഒരു കളറായിരുന്നു. അപ്പോൾ ആ ഒരു കളറിലാണ് നമ്മൾ ഡോളിനും ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്തത്. പിന്നെ ഗ്ലിറ്റർ പേപ്പറിൽ നമ്മൾ വണ്ണ് കട്ട് ചെയ്ത് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി അവിടെ എവിടെയും കുറച്ച് നമ്മുടെ ബീഡ്സുകളൊക്കെ വെച്ച് കൊടുത്തു. വൈറ്റും അതുപോലെ ഗോൾഡനൊക്കെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ ഞാനതൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വേറെയും ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പോൾ സമയമുള്ളവർ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് കേക്കിൻ്റേതായിട്ടും അല്ലാത്ത വ്ളോഗ്സ് ആയിട്ടൊക്കെ ഇൻഷാല്ലാ ഞാൻ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ബൈ ഫ്രം സിനോസ് ഫോക്സ്.